ഒരു ഡിവോഴ്സിയാണോ? ഒരു ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ? അതോ വല്ലാതെ ലോൺലിനെസ് ഓക്കെ ഈ ഏകാന്തതയിൽ നീറി നീറി പുകഞ്ഞിരിക്കുന്ന ഒരാളാണോ? എന്നാൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണ്. അതായത് നമ്മുടെ ശരീരത്തിനൊരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാനും ഒന്ന് ബോഡി ഒന്ന് ഹീൽ ചെയ്യാനും നമ്മൾ സമയം കൊടുക്കില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനും അതേ സമയം തന്നെ കൊടുക്കണം. കാരണം മനസ്സിന് നല്ലോണം മുറിപ്പെട്ടിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്? അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ. അതായത് ചിലർക്ക് പ്രാർത്ഥന ഒരു ആശ്വാസമായിരിക്കാം. പ്രാർത്ഥിക്കുക. നല്ല സുഹൃത്തുക്കളുടെ കൂടെയും നല്ല ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിങ്ങളൊട്ടും ജഡ്ജ് ചെയ്യാത്ത, കുറ്റപ്പെടുത്താത്ത ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. വീട്ടിൽ കുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. ലൈക്ക് ഡാൻസിങ്, സിംഗിങ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ എല്ലാം മറന്ന് നിങ്ങൾ ആ ഒരാളെ സ്നേഹിച്ചിരുന്നില്ലേ? സോ ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ, അവരൊപ്പം പങ്കിടുന്ന ചില സമയങ്ങൾ. ഡു ദാറ്റ് അഗൈൻ. ഇനി നിങ്ങൾക്കിരുന്ന് കരയണോ? ഒരുപാട് നേരം പൊട്ടി പൊട്ടി കരയണോ? ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. പൊട്ടിച്ചിരിക്കണോ? ദേഷ്യം വന്ന് സാധനങ്ങൾ വലിച്ചെറിയണോ? സ്വയം കുറ്റപ്പെടുത്തണോ? മനസ്സിൽ വീണ്ടും വീണ്ടും ഇതിട്ടിട്ടിട്ട് ആലോചിച്ച് എങ്ങും എത്താതെ ഇരിക്കണോ? യു ക്യാൻ ഡു ദാറ്റ്. ഇതൊന്നും പറ്റില്ല. കൗൺസിലിംഗ് വേണോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ മരുന്ന് വരെ കഴിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഇതെന്ത് ചെയ്താലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്പർ 1, ഇമ്മീഡിയറ്റ്ലി തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് എടുത്ത് ചാടുക. അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഒരു റീബൗണ്ട് ഫേസിലാണ്. അതായത് നിങ്ങൾ വളരെ വൾണറബിളാണ്, വീക്കാണ്. അപ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ പല ആൾക്കാരുണ്ടാവും. ഈ സമയത്ത് നിങ്ങളോട് ഒരു ചെറിയ കൈൻഡ്നെസ് കാണിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഭയങ്കര വലുതായിട്ട് തോന്നും. അയാളിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹവും കരുതലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. ഒന്ന് ചിന്തിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധി സീറോ. അതായത് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള സ്കിൽസ് സീറോ ആണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ട്രിപ്പ് പോകണം. ഒരു യാത്ര പോയാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യാത്ര പൊക്കോ. പക്ഷേ ഈ പറഞ്ഞ നല്ല സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ളവരുടെ കൂടെ. ഇനി ഒരു സോളോ ട്രിപ്പിന് പോകാൻ നിങ്ങളുടെ മനസ്സും ശരീരവും ഓക്കെ ആണെങ്കിൽ അതും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ഡോണ്ട് ഗോ വിത്ത് സ്ട്രേഞ്ചേഴ്സ്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അതായത് പലർക്കും യാത്ര പോകാനും ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂട്ടിന് ആളില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, ഒറ്റയ്ക്കുള്ള ആൾക്കാരെ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരിതാണ് ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അതായത് നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഒരു ട്രിപ്പിന് അങ്ങ് പോകുന്നു. ഇപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു, ആൾക്കാരെ പരിചയപ്പെടുന്നു, സന്തോഷത്തോടെ ഇങ്ങനെ വരുന്നു. അത് കുഴപ്പമില്ല. നമ്മൾ പോവുക, സ്ഥലങ്ങൾ കാണുക, സന്തോഷത്തോടെ തിരിച്ചു വരിക. പക്ഷേ അതിനപ്പുറം നോ. ഡോണ്ട് ഗിവ് യുവർ ഹാർട്ട് ടു എനിബഡി. ഡോണ്ട് ഗോ ഫോൾ ഇൻ ടു അൺവാണ്ടഡ് റിലേഷൻഷിപ്സ്. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും, അതായത് മറ്റുള്ള ഒരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വർക്കൗട്ടോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതായത് അടുത്ത ദിവസം തന്നെ, ബ്രേക്കപ്പിൻ്റെ അടുത്ത ദിവസം തന്നെ ജിമ്മിലോട്ട് ഓടുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, മേക്ക് ഓവർ വേണം. ഓക്കെ, അത് നടത്താം, പയ്യെ പയ്യെ പയ്യെ. പക്ഷേ ഒരാളോടുള്ള ദേഷ്യം, ഒരാളോടുള്ള പകപോക്കൽ, ഒരാളെ യുനോ അയാളൊരു പാഠം പഠിപ്പിക്കാനുള്ളത് ആവരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, എനിക്കിനി റിലാക്സ് ചെയ്യാൻ എന്താ വേണ്ടത്? ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രയാസങ്ങളൊക്കെ കാരണം ഒരുപാട് ബിഞ്ച് ഈറ്റിംഗ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതായത് നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുമായിരിക്കാം. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നോ ഒരു ആശ്വാസം തോന്നുന്നു. അങ്ങനെ നിങ്ങൾ കുറച്ച് വണ്ണം വെച്ചവരാവാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മാസ്മരിക ലഹരിയിൽ നിങ്ങൾ തന്നെ മറന്ന് നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷേ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യരുത്. അതായത് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, എൻ്റെ ഈ മേക്ക് ഓവർ കണ്ട് അവൻ ഞെട്ടും, അവൻ ഓർക്കുമ്പോൾ ഇതിനെയാണോ ഞാൻ കൈവിട്ട് കളഞ്ഞതെന്ന്. അതൊക്കെ വെറുതെയാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ആളാണോ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്? അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നത്, സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ട്രിപ്പ് ഒഴിവാക്കിയാൽ അടുത്ത നിങ്ങൾ ചെയ്യുന്നത് തൊട്ടതും പിടിച്ചതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടരുത്. ഐ ആം ഹീലിംഗ്, ഐ ആം ഓക്കെ, ഐ ആം ദേ ഡൂയിങ് എവറിത്തിങ് ബ്യൂട്ടിഫുള്ളി, ലുക്ക് അറ്റ് മീ ചേഞ്ചിങ് എന്നൊന്നും പറഞ്ഞ് ഒന്നും ഇടരുത്. ദാറ്റ് ജസ്റ്റ് ഷോസ് യുവർ ഇൻസെക്യൂരിറ്റി. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതാണ് ഞാൻ പറയുന്നത്. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതായത് നമ്മളൊരു വലിയ കുതിപ്പ് കുതിക്കുന്നതിന് മുമ്പ് ഒന്ന് പുറകോട്ടൊന്നും ആയില്ലേ, അതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് ഹീൽ ചെയ്യുക, റീജനറേറ്റ് ചെയ്യുക. പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലോട്ട് എടുത്ത് കുതിക്കുക, മറ്റൊരു റിലേഷൻഷിപ്പിലോട്ടല്ല. ഓക്കെ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ആ തെറ്റുകളിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കണം. നമ്മളൊരു പാഠം പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് പിന്നെ ആ വ്യക്തിയോട് ഫോർഗിവ് ചെയ്യാൻ, അയാളോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവളോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് വരും. ദാറ്റ് ഇസ് വെൻ യു ആർ റിയൽ മെച്യൂർ, അല്ലേ? സോ ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുക. ഓക്കെ, സോ ഞാനൊരു റീക്യാപ്പ് പോലെ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഡോണ്ട് ഗോ ഇൻ ടു അനദർ റിലേഷൻഷിപ്പ് വെരി ക്വിക്ക്ലി. ഡിവോഴ്സ്ഡ് ആണ്, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ചിലർക്ക് നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കാൻ ഒരു പ്രവണത ഉണ്ടാവാം. രണ്ടാമത്, നിങ്ങളുടെ മാനസിക നില, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ല, എന്നാൽ ശരി, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ലതേ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു പേഴ്സണെ എടുത്ത് മാറ്റണമെന്ന് യൂണിവേഴ്സ് നിശ്ചയിച്ചാൽ യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. സോ അത് കുഴപ്പമില്ല.
പിന്നെ പക പോക്കാൻ വേണ്ടിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും അതൊന്നും ചെയ്യരുത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ അത് സ്ലോലി ആവാം. നിങ്ങളിനി കൂടുതൽ മറ്റ് കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശിഥിലമായ ഫാമിലി റിലേഷൻസ്, ഫ്രണ്ട്സ്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും സ്ട്രേഞ്ചേഴ്സുമായിട്ട് ട്രിപ്സിന് പോകരുത്. ഇനി ഒരു സോളോ ട്രിപ്പിന് പോയാലും ജാഗരൂകരായിട്ടിരിക്കുക. കാരണം നിങ്ങൾ വരാൻ വരുന്നവർ സിനിമയിലൊക്കെ അങ്ങനെ നടക്കുകയുള്ളൂ. ഓക്കെ, ജീവിതത്തിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഒരു പ്രശ്നത്തിൽ നിന്ന് എടുത്ത് ചാടി അടുത്ത പ്രശ്നത്തിലോട്ട് വീഴരുത്. ഓക്കെ, സോ ജാഗ്രതയായിട്ടിരിക്കുക. ബി കെയർഫുൾ. ഹീൽ വെൽ. ഗുഡ് നൈറ്റ്.